കൊച്ചെന്തേ അവളെന്തേ കൊച്ചി ഇവിടെ ഇപ്പണ്ട് മഞ്ഞില്ല പുറത്തേക്ക് കയറില്ല. കൊട്ടിക്കോളാം കൊട്ട അന്ന ഒന്ന് കൊട്ടിക്കോളാം. ഒന്ന് കൊട്ടറാവേ ചേട്ട കൊട്ടാതെ ഇവിടെ ഞാൻ ഇന്ന് ഉദ്ഘാടനം ചെയ്യില്ല. എന്റെ പൊന്നടാവേ. എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും പിന്നെ മറ്റേ സാധനമുള്ള ഹൈപ്പ് അത് വന്നാലും ഒന്ന് അടിച്ചു വിട്ടേര്. അപ്പൊ ഇന്നത്തെ വിഷയം രേണുസുതിയാണ്. ഇന്നലെ രേണുസുതി ഒരു ഉദ്ഘാടനത്തിന് പോയി. എൻ്റെ മക്കളെ, അവിടെ പോയി ചില കാര്യങ്ങൾ കാട്ടിക്കൂട്ടിയതും അവിടെ പറഞ്ഞ ചില കാര്യങ്ങളും ഒക്കെ കേട്ട് കഴിഞ്ഞിട്ടുണ്ടല്ലോ, എൻ്റെ രോമാഞ്ചം വന്നുപോയി. അങ്ങനത്തെ കാര്യങ്ങളാണ് വന്നിരിക്കുന്നത്. കോട്ടയംകാരി അമ്മച്ചിയാണ് എന്നുള്ള ഓർക്കണം. ഞങ്ങള് കോട്ടയംകാരികളാ, ഞങ്ങൾക്ക് രണ്ടെണ്ണം വീശിയാലേ ഉറക്കം വരുമെന്ന് പറഞ്ഞ ചേച്ചിയുടെ ചില കാര്യങ്ങളൊക്കെ ഇതിന്റെ കൂടെ ഉണ്ട്. പിന്നെ കുഞ്ഞിന് വേണ്ടി മാത്രമാണ് ഞാൻ ഈ വീട്ടിൽ താമസിക്കുന്നത് എന്ന് പറഞ്ഞ ചേച്ചിയുടെ ചില കഥകളും ഞാൻ പറയുന്നുണ്ട്. അപ്പൊ നമുക്ക് നേരെ അങ്ങോട്ട് വീഡിയോയിലോട്ട് പോകാം. ഓക്കെ, നിങ്ങൾ റെഡിയല്ലേ? എന്നാ ഞാനും റെഡിയാണ്. എന്നാ പിന്നെ അങ്ങോട്ട് തുടങ്ങാം. തന്ന മനുഷ്യന്റെ വായിന്ന് കേൾക്കുന്നു, വീട് വെച്ചവരുടെ വായിന്ന് കേൾക്കുന്നു, അതിനകത്ത് കസാര മേടിച്ചെന്ന് ചവിട്ടി മേടിച്ചെന്ന് അവരുടെ ഒക്കെ വായിന്ന് കേൾക്കുന്നു, നാട്ടുകാരുടെ വായിന്ന് കേൾക്കുന്നു, ഒന്നും ചെയ്യാത്ത നാട്ടുകാരുടെ വായിന്ന് കേൾക്കുന്നു. കേട്ട് മടുത്ത് ഇതിന് മേലെ വാടക വീട് തന്നെയായിരുന്നു. അതെ ചേച്ചി, ആരുടെയൊക്കെ വായിന്ന് കേൾക്കേണ്ടത്? വീട് തന്നവരുടെ വായിന്ന്, സ്ഥലം തന്നവരുടെ വായിൽ നിന്ന്, ഈ പിന്നെ മറ്റേ സാധനങ്ങളൊക്കെ വാടിച്ചു തന്നവരുടെ വായിൽ നിന്ന് എല്ലാം ഈ കേൾക്കണം. അതുകൊണ്ട് ഞാൻ ഈ വീട് മാറുകയാണ്, വാടകയ്ക്ക് പോവുകയാണ് എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന ചേച്ചിയാ. ഇപ്പൊ ചേച്ചി പറയുന്നത് എന്താണെന്നറിയാമോ? ഞാൻ പോകുന്നില്ലേ, ഞാനാ വീട്ടിൽ നിന്ന് പോകാനോ? ഞാൻ പോകത്തില്ലെന്നേ. അതാണ് ചേച്ചി ആദ്യം തന്നെ പറയുന്നത്. അത് നിങ്ങളൊന്ന് കേട്ടു നോക്ക്. കുറെ കാര്യങ്ങളുണ്ട് കേട്ടോ. ചേച്ചി പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ കേൾക്കണം. വീട് മാറാനായിട്ടുള്ള വീട് മാറാൻ നോക്കുന്നൊന്നുമില്ല. പക്ഷെ ഇതല്ലല്ലോ രേണു ചേച്ചി പല സമയത്ത് പറഞ്ഞിട്ടുള്ളത്. പലപ്പോഴും ഇങ്ങനെ വാക്കുകൾ ഇങ്ങനെ മാറ്റി പറയുന്ന സ്വഭാവമുണ്ട് എന്നുള്ളത് കാര്യം നമുക്കറിയാം. മത്തം കുത്തിയ കുമ്പളം മുളയ്ക്കത്തില്ലെന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് തന്നെ ഇത് നിങ്ങളുടെ വായിൽ നിന്ന് വരുമെന്നുള്ള കാര്യം ഏതാണ്ടൊക്കെ ഉറപ്പിച്ചതാണ് ജനങ്ങൾ. അതുകൊണ്ട് ആർക്കും അങ്ങനെ ഒരു ഞെട്ടലുണ്ടാവത്തില്ല. ഓക്കെ, ഇനിയുമാണ് നിങ്ങൾ കേൾക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. പൊന്നു മക്കളെ, അതിലേക്ക് പോകാം. ഇനി ഈ പുള്ളിക്കാരി പറയുന്നത് ആ ലീഗൽ നോട്ടീസിനെ കുറിച്ചാണ്. അതായത് ബിഷപ്പ് അയച്ചു കൊടുത്ത ഒരു ലീഗൽ നോട്ടീസ് ഉണ്ടല്ലോ, അതിനെക്കുറിച്ച്. അത് നിങ്ങളൊന്ന് കേട്ടു നോക്കി. അതിനകത്ത് എനിക്ക് കുറച്ച് പറയാനുണ്ട് കേട്ടോ. കുറച്ചെന്നല്ല, ചെറുതായിട്ടൊരു പറച്ചിൽ പറയാനുണ്ട്. അത് നിങ്ങളൊന്ന് കേട്ടെ. പുള്ളിക്കാരി പറയുന്നത് ലീഗൽ നോട്ടീസ് വന്ന ഓട്ടോയിൽ ഇരുന്നുകൊണ്ട് പുള്ളിക്കാരി പൊക്കി കാണിച്ചിട്ട് ഒരു കാര്യം പറഞ്ഞല്ലോ. എന്നെ ഞാൻ അങ്ങോട്ട് വീട്ടിലോട്ട് ചെന്നിട്ട് ഞാനൊന്ന് വായിച്ചു നോക്കിയിട്ട് നിന്നെ കാണിച്ചു തരാം എന്നുള്ള രീതിയിൽ ആ പുള്ളിക്കാരി പറഞ്ഞിട്ട് പോയത്. എന്നാൽ പുള്ളിക്കാരി ഇപ്പോഴാ ലീഗൽ നോട്ടീസിനെ കുറിച്ച് പറയുന്നത് ഒന്ന് കേട്ടെ. സത്യമല്ല, ഞാൻ മുഴുവൻ വായിച്ചിട്ടില്ല. അത് നമ്മൾ നിയമപരമായിട്ട് പോകുന്ന കാര്യമല്ല. നമ്മളിപ്പോഴേ എന്തിനാ വെറുതെ ഇട്ട് കൊടുക്കുന്നത്? ജനങ്ങൾക്കിടയിൽ ഇട്ട് വെറുതെ എന്തിനാ ഇട്ട് അലക്കിക്കുന്നത്? അതിന്റെ ആവശ്യമില്ല. അപ്പൊ നിയമത്തിന്റെ വഴി പോട്ടെ. പുള്ളിക്കാരി പറയുന്നത് കേട്ടോ, ഞാൻ അലക്കിക്കുന്നില്ലെന്ന്. ആരെ? ബിഷപ്പിനെ. ഇനി ഞാനൊന്നും പറഞ്ഞങ്ങോട്ട് അലക്കിക്കുന്നില്ലെന്ന്. ഇനിയും വല്ല അലക്കിക്കാൻ ചെന്ന് കഴിഞ്ഞാൽ വേറെ വിഷയമാവുന്ന രേണുവിന് നല്ലപോലെ അറിയാം. അതുകൊണ്ട് തന്നെയാണ് ഒന്നും മിണ്ടാത്തത്. നോട്ടീസ് കൈപ്പറ്റി വെച്ചോണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഈ പറയുന്ന പുള്ളിക്കാരി ഞാൻ മൊത്തം വായിച്ചിട്ടില്ലെന്നാണ് പറയുന്നത്. വായിച്ചു നോക്കിയാൽ വല്ല മനസ്സിലാവണ്ടേ? അതുകൊണ്ട് തന്നെയാണ് പുള്ളിക്കാരി ഇപ്പൊ പറയുന്നത് എല്ലാം നിയമത്തിന്റെ വഴിക്ക് പോട്ടെന്ന്. ആ വോട്ടെല്ലാം നിയമത്തിന്റെ വഴിക്ക്. എന്തൊക്കെയായിരുന്നു ഓട്ടോയിൽ ഇരുന്നോണ്ടിങ്ങനെ പൊക്കി കാണിച്ചിട്ട് എനിക്ക് ഇപ്പോഴാണ് കിട്ടിയത്, ബ്ലോഗർമാർക്ക് മുമ്പേ കിട്ടി, ഞാനിതൊന്ന് വായിച്ചു നോക്കിയിട്ട് അത് പറയും ഇത് പറയും എന്ന് പറഞ്ഞു പോയ ആളാ. ഇപ്പൊ ദാ ഇങ്ങനെ ഇരിക്കുന്നു. കൊള്ളാം. എന്നിട്ട് പിന്നെ ഒരു കാര്യം കൂടെ കൊണ്ട് വെച്ചു, ഞാനിത് അലക്കിക്കുന്നില്ല എന്ന് പോലും. പിന്നെ നിങ്ങളങ്ങോട്ട് അലക്കിക്കേ. അതാണ് എന്റെ പോനടാവേ. ഓക്കെ, ഇനി അടുത്തൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിക്കാരി പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നല്ലോ, ഞാൻ ആ വീട്ടിൽ താമസിക്കുന്നത് റിസപ്പിന് വേണ്ടിയാണ്, ഞാൻ റിസപ്പിന് വേണ്ടി മാത്രമാണ് ആ വീട്ടിൽ താമസിക്കുന്നത് എന്ന് പറഞ്ഞ പുള്ളിക്കാരിയുടെ ചില ഇരട്ടത്താപ്പ് എന്ന് പറയില്ല കേട്ടോ. പുള്ളിക്കാരിയുടെ ആ സ്റ്റാൻഡ് നിങ്ങളൊന്ന് കണ്ടു നോക്കി. സത്യം പറഞ്ഞാൽ വീടും ഇല്ല, ഒന്നുമില്ല. ഞാൻ കുഞ്ഞിന് വേണ്ടിയിട്ട് അവിടെ ഇത്രയും നാണം കെട്ടിട്ട് ജീവിക്കുന്നതേ ഉള്ളൂ. ആ കുഞ്ഞിന് വേണ്ടിയിട്ട് മാത്രം. കുഞ്ഞെന്ന് പറഞ്ഞാൽ ഇളയ കുഞ്ഞു വലിയ കുട്ടിയാണ്. അവൻ കൊല്ലത്താണ് നിൽക്കുന്നത്. ഇന്നലെ വീട്ടിലുണ്ടായിരുന്നു, ഇന്ന് പോയി. പക്ഷെ ആ കുഞ്ഞു കൊച്ചിനെ ഒറ്റയ്ക്ക് നിർത്താൻ പറ്റാത്തതുകൊണ്ട് മാത്രമാണ് ഞാനിവിടെ ആ വീട്ടിൽ നിൽക്കുന്നത്. ആ പൊടിക്കൊച്ചിനെ ആ വീട്ടിൽ നിർത്താൻ പറ്റാത്തത് കൊണ്ട് മാത്രമാണ് ഞാൻ ആ വീട്ടിൽ താമസിക്കുന്നത് എന്നാണ് ഈ ചേച്ചി പറഞ്ഞത്. എന്നാൽ ഈ ചേച്ചി ഇന്നലെ ഒരു കാര്യം കൂടെ പറഞ്ഞു. ഈ റിതപ്പനെ അവിടെ നിന്ന് ഇങ്ങനെ ഹായ് കാണിക്കത്തേ ഉള്ളെന്ന്. അതായത് റിതപ്പനെ കാണാൻ പോലും പുള്ളിക്കാരിക്ക് കിട്ടത്തില്ലെന്നാണ് പുള്ളിക്കാരി പറയുന്നത്. അതൊന്ന് കേട്ടു നോക്കി. എന്തൊക്കെയാണോ പറഞ്ഞു വെക്കുന്നത്. സത്യം എത്ര മൂടി വെച്ചാലും അത് പുറത്തു വരുമെന്ന് പറയത്തില്ലേ എന്ന് പറഞ്ഞ പോലെ തന്നെയാണ്. പുള്ളിക്കാരിയുടെ വായ കൊണ്ട് തന്നെ പുള്ളിക്കാരി അത് പുറത്ത് പറയും. ഇല്ല, കുറവാണ്. ഋതപ്പനെ ഹായ് പറഞ്ഞിട്ട് തിരിച്ചു കൂടി പോകും. മുറിയുടെ അവിടെ വന്നിട്ട് ഹായ് പറഞ്ഞിട്ടൊക്കെ പോകും. ഇന്നലെ കണ്ടായിരുന്നു, ഫോണിനകത്ത് കണ്ടായിരുന്നു പറഞ്ഞിട്ടാണ് പോകുന്നത് ഋതപ്പൻ. അങ്ങനെ ഋതപ്പൻ എന്റെ ഫോണിലെങ്കിലും കാണുന്നുണ്ടല്ലോ.
എന്നോട് പറയാം അമ്മ ഇന്നലെ ഞാൻ കണ്ടായിരുന്നു. ആ എങ്ങനെ ഇരിക്കുന്നു? സ്വന്തം മകനെ കുറിച്ചാ പറയുന്നത് കേട്ടോ. മകനെ പോലും നോക്കാൻ പുള്ളിക്കാരിക്ക് സമയമില്ല. പുള്ളിക്കാരി അങ്ങ് ഓടി നടക്കുകയാണ്. ഇതുപോലെ വേറെ ആർക്കെങ്കിലും തിരക്കുണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല. പുള്ളിക്കാരി ഭയങ്കര തിരക്കാണ്. പുള്ളിക്കാരി പറയുന്നത് ഫോണിൽ കൂടെ മകനെ കണ്ടിരുന്നു എന്ന് മകൻ പറയുമെന്നും അവിടെ പോയിരുന്നിട്ട് ഇങ്ങനെ ഹായ് കാണിച്ചിട്ട് അങ്ങ് പോകുമെന്നാണ് പുള്ളിക്കാരി പറയുന്നത്. അതിനു മുമ്പ് മീഡിയക്കാരോട് പറഞ്ഞെന്തായിരുന്നു, ഞാൻ റിതപ്പിന് വേണ്ടിയാണ് ആ വീട്ടിൽ താമസിക്കുന്നത് എന്നാ പറഞ്ഞത്. ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നു? ആരെയാണ് പൊട്ടന്മാരാക്കുന്നത്? ജനങ്ങളെ. ആ കൊച്ചിനെ തിരിഞ്ഞു പോലും നോക്കുന്നില്ല. ആ കൊച്ചിന് ഒരു പനി വന്നാൽ നോക്കത്തില്ല. ആ കൊച്ചിന്റെ അടുത്തൊന്നും നിൽക്കത്തില്ല. ഒരു അമ്മ എന്ന കർത്തവ്യം പുള്ളിക്കാരി കറക്റ്റായിട്ട് ചെയ്യുന്നില്ല. എന്നിട്ട് മീഡിയയുടെ മുമ്പിൽ അങ്ങോട്ട് പറയും. അതുകൊണ്ടാണല്ലോ നമ്മുടെ മുമ്പിലേക്ക് ഇങ്ങനെ തള്ളിയിട്ട് തന്നത്, നിങ്ങൾ കൊണ്ട് നോക്കിക്കോ എന്ന് പറഞ്ഞുകൊണ്ട്. അതുകൊണ്ട് തന്നെയാണ് അങ്ങനെയൊക്കെ ചെയ്തിരിക്കുന്നത്. പിന്നെ അടുത്തൊരു കാര്യമാണ് നിങ്ങൾ കേൾക്കേണ്ടത്. പുള്ളിക്കാരിയുടെ കല്യാണം. പുള്ളിക്കാരി കല്യാണം കഴിക്കാൻ തീരുമാനിച്ചു മക്കളെ. ഇനിയും പുള്ളിക്കാരി തട്ടമിടും. തട്ടത്തെ മറയത്തെ പെണ്ണേ എന്റെ രേണുവേ എന്ന് ഇനി ആൾക്കാർ പാടിക്കൊണ്ട് നടക്കണം. ആ ഒരു അവസ്ഥയിലേക്കാണ് ഇനി പോകുന്നത്. അല്ല, എനിക്കൊരു സംശയം, അത് ഞാൻ പിന്നെ പറഞ്ഞുതരാം. ആദ്യം നിങ്ങൾ ഇതൊന്ന് കേട്ടു നോക്ക്. എല്ലാം കൂടെ നിങ്ങൾ അങ്ങോട്ട് കേട്ട് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ അവിടെ ഇരുന്ന് ഇങ്ങനെ ചിരിക്കും. അത് വേണ്ട, ആദ്യം അത് കേൾക്കാം. ഏത്? തട്ടമിടുന്ന കാര്യത്തെ കുറിച്ച്, പുള്ളിക്കാരിയുടെ കല്യാണത്തെ കുറിച്ച്. എത്രാമത്തെ കല്യാണം? നിങ്ങളെന്നെ എറിയല്ലോ കേട്ടോ, 4 എന്നൊക്കെ പറയുന്നുണ്ട്. അതൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ രേണുസുതി ഒരു മുസ്ലിം യുവാവുമായിട്ട് പ്രണയത്തിലാണെന്ന് റൂമേഴ്സ് വരുന്നുണ്ട്. അപ്പൊ അതിനെ കുറിച്ച് എന്താണ്? ഗോസിപ്പല്ലേ, നമുക്ക് നോക്കാം. അത് ഉണ്ടോ ഇല്ല നമുക്ക്. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ 2 വർഷം കണ്ട് സമയം തന്നിട്ടില്ലേ, നമുക്കപ്പം നോക്കാം. 2 വർഷം. ഓ പിന്നെ ഇത്ര സമയം തരാൻ ആരാന്നറിയാമോ? നയൻതാര ഇല്ലയോ 2 വർഷമൊക്കെ സമയം തരാൻ? നിങ്ങൾ കെട്ടുവോ കെട്ടാതിരിക്കുകയോ ചെയ്യും. ഞങ്ങൾക്ക് എന്തിനാവുകയെ സമയം തരുന്നത്? ഈ സമയം തന്നത് എന്തിനാണെന്ന് ഞങ്ങൾക്ക് അറിയാം. ഇൻഷുറൻസിന്റെ തുക വരാൻ വേണ്ടി അല്ലയോ? ഇൻഷുറൻസിന്റെ തുക വരുന്നതും ഈ കല്യാണവും കൂടെ തമ്മിൽ ബന്ധമുണ്ട് എന്നുള്ള കാര്യം ആർക്കറിയാം? ഞങ്ങൾക്കറിയാം, അരിയാഹാരം തിന്നുന്നവർക്കറിയാം. പക്ഷെ ചേച്ചി മാത്രം മറ്റുള്ളവരെ പൊട്ടന്മാരാക്കുന്നു എന്ന് വ്യാജേന സംസാരിച്ചുകൊണ്ടിരിക്കുക. പക്ഷെ എന്ത് ചെയ്യാനാ? ജനങ്ങൾക്ക് ബുദ്ധിയുള്ളത് കൊണ്ട് അവർക്ക് ഇതൊക്കെ മനസ്സിലാവുന്നുണ്ട്. ഓക്കെ, പോരട്ടെ. ബാക്കി 1.5 വർഷം കൂടെ ഉള്ളെന്ന് തോന്നുന്നു. തട്ടട്ടരിവണനെ കാണാൻ പറ്റുമോ? മിക്കവാറും മേ ബി ഒരു 85-90% കാണാൻ പറ്റും. അതുപോലെ തന്നെ രേണുസുതി 90%. എത്ര? 90% തട്ടമിട്ട രേണുസുതിയെ നിങ്ങൾക്ക് കാണാൻ പറ്റും. 10% മാത്രമേ ഉള്ളൂ അങ്ങനെ കാണാൻ പറ്റത്തില്ല എന്ന് പുള്ളിക്കാരി പറയുന്നത്. അപ്പൊ എന്റെ ഒരു ചോദ്യം, കോട്ടയം അച്ചായത്തിയാണ് ഞങ്ങൾ 2 എണ്ണം ഒക്കെ വെച്ച് കാച്ചും, ഞങ്ങൾ കസിൻസ് ഒക്കെ കൂടി ഇരിക്കുമ്പോൾ 2 എണ്ണം കൊണ്ട് കാച്ചും, അത് ഇങ്ങനെ അങ്ങോട്ട് വെള്ളം ഒഴിച്ചിട്ട് ഇങ്ങനെ തട്ടിക്കളഞ്ഞിട്ട് ഇങ്ങനെയൊക്കെയാ കഴിക്കുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മളോട് പറഞ്ഞു തന്നല്ലോ. അത് മാത്രമല്ല, മാജിക് മൂവ്മെന്റിന്റെ ബ്രാൻഡ് അംബാസഡറും പുള്ളിക്കാരിയാണ് എന്നൊക്കെ പുള്ളിക്കാരി പ്രഖ്യാപിച്ചിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ ഇനി മുസ്ലിം യുവാവിനെ കല്യാണം കഴിച്ച് പർദ്ദയൊക്കെ ഇട്ട് കഴിഞ്ഞാൽ എങ്ങനെയാണ് നമുക്ക് ഈ മാജിക് മൂവ്മെന്റ് അടിക്കാൻ പറ്റും? പിന്നെ നമുക്ക് ഈ വെള്ളത്തിൽ നിന്ന് ഇങ്ങനെ ഇങ്ങനെ തട്ടിക്കളഞ്ഞ് എങ്ങനെ ഒന്ന് കുടിക്കാൻ പറ്റും? കോട്ടയത്തിലെ അച്ചായത്തിമാർ ഇങ്ങനെ കീച്ചു എന്നൊക്കെയാ പറയുന്നത്. പക്ഷെ കോട്ടയത്തിലെ അച്ചായത്തിമാർ പറയുന്നത് ഞങ്ങളൊക്കെ നല്ല കുടുംബത്തിൽ പറഞ്ഞതായതുകൊണ്ട് മകനെ ഞങ്ങൾ കഴിക്കാറില്ല എന്നാണ് എനിക്ക് മെസ്സേജ് ഇട്ടിട്ടുള്ളത്. കോട്ടയത്തിലുള്ള ചേച്ചിമാർ ആരും ഇവള് പറഞ്ഞ പോലെ അടിച്ചു കിടക്കുന്നവരൊന്നുമല്ല. പക്ഷെ ഇവള് പറയുന്നത് ഞങ്ങൾ കോട്ടയത്തെ അച്ചായത്തി ആയതുകൊണ്ട് അടിക്കുമെന്ന്. സത്യത്തിൽ ഇവള് കോട്ടയത്തെ അച്ചായത്തി ആണോ? അല്ല. ഇവര് മറ്റേ പശുമ്പാറയില് ഇടുക്കിയില് കിടന്നതാണ് ഇവരുടെ അച്ഛൻ. അവിടുത്തെ ആളാണ്. അവിടെ ഈ പുള്ളിക്കാരി പോയി താമസിക്കുകയാണെങ്കിൽ അവിടെ ഒരു വീടും സ്ഥലവും കെട്ടാം. അവിടെ ഈ പിന്നെ ഇവരുടെ കൂട്ടുകാരിയായിട്ടുള്ള ശാരിക പറഞ്ഞ പോലെ തന്നെ ഇപ്പൊ താമസിക്കുന്ന സ്ഥലത്ത് ബസ് റൂട്ടോ എന്ത് പറയുക, ആ വണ്ടി പോലും കയറത്തില്ല, കാട്ടുപ്രദേശമാണ് കൊടുത്തതെന്നൊക്കെ പറയുമ്പോൾ ഇവർക്ക് വേണമെങ്കിൽ ഒരു കാര്യം ചെയ്യാം. പശുപ്പാറയിൽ പോയിട്ട് ആ ഏലത്തോട്ടത്തിന്റെ താഴോട്ട് ഇറങ്ങി ആ വഴിയില്ലാത്ത സ്ഥലത്ത് പോയി വേണമെങ്കിൽ ഒരു വീടൊക്കെ വെക്കാം. അങ്ങനെയുള്ള ഈ പുള്ളിക്കാരിയാണ് വന്ന് പറയുന്നത് കോട്ടയം ജില്ലയിലെ അച്ചായത്തിമാർ കഴിക്കും പോലും. ഇവരൊക്കെ എപ്പോഴാണ് അപ്പൊ കോട്ടയത്തിലെ അച്ചായത്തിമാരായത്? ഓക്കെ, എന്തായാലും അടിക്കുമെന്നുള്ള കാര്യം പ്രേക്ഷകർ അറിഞ്ഞതാ. അപ്പൊ ഈ മുസ്ലിം ആയി കഴിഞ്ഞാൽ പിന്നെ അടിക്കാൻ പറ്റത്തില്ല കേട്ടോ. അങ്ങനെ കാണാൻ അടിച്ചു കഴിഞ്ഞാലുണ്ടല്ലോ അവരെല്ലാം കൂടെ കൂടി നിങ്ങൾക്ക് ഇട്ടൊരു പടക്ക് തരും. അതുകൊണ്ട് അതിന് നിൽക്കരുത്. അപ്പൊ എന്ത് ചെയ്യും മല്ലയ്യാ, എന്ത് ചെയ്യും? ഓക്കെ, അടുത്തത് ഈ പറയുന്ന റിതപ്പം വരെ ചോദിച്ചെന്ന് പോലും, അമ്മേ എന്നാ അമ്മയുടെ കല്യാണമെന്ന്. എന്റെ പൊന്നെ, അതും ഈ പറയുന്ന കൊച്ചു ഇറക്കാൻ ആരാണ്ടൊക്കെ പറയുന്നത് കേട്ട് പറഞ്ഞു എന്ന്. എന്ത് ദാരിദ്ര്യമായി പറഞ്ഞു വെക്കുന്നത്. കല്യാണം എന്ന് പറയുമ്പോഴത്തേന് ഇങ്ങനെ ഒലിക്കുക, ഇങ്ങനെ ഒലിച്ചിറങ്ങുകയാ. എന്ത് ഒലിപ്പീര ഇത്? ഇതിനു മുമ്പ് പറഞ്ഞിരിക്കുന്നത് എന്തായിരുന്നു? ഇല്ല, ഞാൻ വേറെ കല്യാണം കഴിക്കില്ല, സുധിച്ചേട്ടൻ എന്റെ ഓർമ്മയാണ്, എന്റെ ഇതാണ്, എന്റെ പ്രാണനാണ്, എന്റെ ഇതാണ് അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് സുധിച്ചേട്ടന്റെ പേരും പറഞ്ഞ് എന്തൊക്കെ ചെയ്തു കൂട്ടാമോ, എന്തൊക്കെ കാട്ടിക്കൂട്ടാമോ അതെല്ലാം ചെയ്തു. എന്നിട്ട് ഇപ്പൊ പറയുകയാണ് പുതിയ കല്യാണം കഴിക്കുന്ന കാര്യവും. അത് റിതപ്പൻ ചോദിച്ചു പോലും. അതൊന്ന് കേട്ടു നോക്കി നിങ്ങൾ ഇന്ന് ചിരിച്ച് ചാവും.
എല്ലാരും ആൾക്കാരൊക്കെ പറഞ്ഞു കുഞ്ഞു കൊച്ചനോട് ചോദിക്കുക എന്നാ കല്യാണം. ഞാൻ പറഞ്ഞു അയ്യോ എന്റെ പൊന്നു കുഞ്ഞെ കല്യാണമൊന്നും ഇല്ലെന്ന് പറഞ്ഞു. ഋതപ്പ എന്നോട് ചോദിച്ചു അമ്മ എന്നാ കല്യാണം. കാരണം ഇത് തന്നെയല്ലേ ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നല്ലേ, കുട്ടിയും കാണുന്നുണ്ട് കേൾക്കുന്നുണ്ട്. നാട്ടുകാർ മൊത്തം ഇതാ സംസാരിക്കുന്നത് ഈ രേണുവിന്റെ ഈ കല്യാണത്തെ കുറിച്ചേ. ഈ നാട്ടുകാർക്കൊന്നും വേറെ പണിയൊന്നും ഇല്ലയോ? നിങ്ങൾ പോയി ഈ പറയുന്ന കിച്ചുവിനോടും ഋതപ്പനോടും ഒക്കെ പോയി ചോദിക്കുന്നതാണോ രേണുവിന്റെ കല്യാണത്തെ കുറിച്ച്? നിങ്ങൾക്ക് എന്താണെന്നേ ചെറിയ ഒരു ഇതൊക്കെ വേണ്ടേ? ഋതപ്പൻ പോലും ചോദിച്ചു പോലും ഒന്ന്. ഇവള് പറയുന്ന കൊച്ചെന്നാ. ആ കൊച്ചു വരെ ചോദിച്ചു അമ്മയുടെ കല്യാണം എന്നാ, ഞങ്ങൾക്ക് കുറച്ച് ബിരിയാണിയും ചോറും ഒക്കെ തരാൻ പറ്റുമോ എന്ന് ചോദിച്ചു പോലും. എന്തിരിക്കുന്നു. പിന്നെ കിച്ചുവിനെ കുറിച്ചും പറയുന്നുണ്ട് കേട്ടോ, അതുകൂടെ കേട്ടോ. പിന്നെ എന്ത് പറയുമ്പോഴും കിച്ചുവിനെ ഒന്നും കൊണ്ടുവന്നില്ലെങ്കിൽ അത് ശരിയല്ലല്ലോ, അതുകൊണ്ട് കിച്ചുവിനെയും കൊണ്ടുവന്നൊന്ന് പറയുന്നുണ്ട്, അതുകൂടെ കേട്ടോ. ഇല്ല, അവനോട് ഞാൻ എല്ലാം പറയാറുണ്ട്, അതുകൊണ്ട് എന്നും എല്ലാം അങ്ങോട്ട് പറയാറുള്ളത് കൊണ്ട് ഒരു ചോദ്യം ഇങ്ങോട്ട് ആവശ്യമില്ല. അവന് A to Z കാര്യം ഞാൻ അവനോട് സംസാരിക്കാറുണ്ട്, എന്റെ ലൈഫിലെ എല്ലാ കാര്യങ്ങളും, മിക്ക കാര്യങ്ങളും. അതാണ് കിച്ചുവിനോട് പുള്ളിക്കാരി A to Z കാര്യങ്ങൾ പറയാറുണ്ട്, അതുകൊണ്ട് കിച്ചു ഇങ്ങോട്ടൊന്നും ചോദിക്കുന്നില്ല എന്നാണ് പുള്ളിക്കാരി പറയുന്നത്. എന്നാൽ കിച്ചു പറയുന്നതോ അമ്മ എന്ത് ചെയ്യുന്നു എവിടെ പോകുന്നു എനിക്കറിയത്തില്ല, എപ്പോഴെങ്കിലും പോകുന്ന സമയത്ത് വിളിച്ചൊന്ന് പറഞ്ഞാൽ ആയി എന്നാ പറയണേ. പക്ഷെ പുള്ളിക്കാരി പറയുന്നതോ ഞാൻ കിച്ചുവിനോട് എല്ലാം പറയാറുണ്ട് എന്നാണ് പറയുന്നത്. എങ്ങനെ? എന്നാലും രേണുവിന്റെ കല്യാണം ആഗ്രഹിച്ചു നിൽക്കുന്ന മക്കള് സമ്മതിക്കണം. എന്തായാലും പുള്ളിക്കാരി അടുത്തത് പറയാൻ പോകുന്നത് ദിവസങ്ങളെ കുറിച്ചാണ്. തിരക്ക് കാരണം ദിവസങ്ങള് മാസങ്ങള് എല്ലാം മറന്നു പോവുകയാണ്. ഓക്കെ, അതൊന്ന് കേട്ടു നോക്കിയേ. എനിക്ക് വയ്യ, എന്തൊക്കെ കാണണം എന്റെ പൊന്നു പ്രേക്ഷകരെ, എന്തൊക്കെ കാണണം. ശരി ഞാനൊന്നും എനിക്കറിയത്തില്ല, അത്രയും നമ്മള് തിരക്കില് ഓരോന്ന് ദൈവസത്യം അല്ല, തിരക്കിന്റെ കാര്യമല്ല, എനിക്കറിയത്തില്ല തിങ്കളാഴ്ച ചൊവ്വ എനിക്കറിയില്ല. ഈ ഡേറ്റ് ഇപ്പം കരിഷ്മ ഇങ്ങനെ ഓർമ്മിപ്പിച്ച് വെക്കുന്നതുകൊണ്ട് ഡേറ്റ് അറിയാം. 26 ഇപ്പം മറ്റന്നാള് കോഴിക്കോട് ഇനോഗ്രേഷൻ, 28 അങ്ങനെ അറിയാം. ഈ കരിഷ്മ ഉള്ളത് കൊണ്ട് ഡേറ്റും സമയവും ഒക്കെ പുള്ളിക്കാരി ഓർത്തിരിക്കുന്നു. അതും പക്ഷെങ്കിൽ ഇത് അറിയത്തില്ല കേട്ടോ, ഈ ആഴ്ചയില് എത്ര ദിവസം ഉണ്ടെന്നും ഏതൊക്കെ ദിവസമാണെന്നും പുള്ളിക്കാരിക്ക് അറിയില്ല, അതുപോലെ തിരക്കാം. ഇനി നമുക്ക് ആഴ്ചയിൽ ഒരു 3 ദിവസം കൂടെ ഒക്കെ എക്സ്ട്രാ ആക്കാം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിക്കാരിക്ക് തിരക്ക് കാരണമേ അങ്ങോട്ട് പറ്റുന്നില്ല. ഇപ്പൊ തന്നെ ഉള്ള ദിവസം തന്നെ പുള്ളിക്ക് മതിയാവുന്നില്ല. അതുകൊണ്ട് തന്നെ ഇനിയും ആഴ്ചകൾ നമ്മൾ കുറച്ചുകൂടെ അങ്ങോട്ട് കൂട്ടാൻ പോവാം. ആഹാ, ഇപ്പൊ 7 ഒക്കെ ഉള്ളത് നമുക്ക് അങ്ങോട്ട് കൂട്ടിയേക്കാം, കിടക്കട്ടെ അങ്ങോട്ട് ഒരു 10-12 എണ്ണം ഒരാഴ്ച. അല്ല പിന്നെ പുള്ളിക്കാരിക്ക് കരിഷ്മ പറഞ്ഞുള്ള അറിവേ ഉള്ളൂ. തിങ്കളാണോ ചൊവ്വയാണോ ബുധനാണോ എന്ന് പോലും പുള്ളിക്കാരിക്ക് അറിയില്ല. നമ്മുടെ നരേന്ദ്രമോദി ഒക്കെ ഉണ്ടല്ലോ, പ്രൈം മിനിസ്റ്റർ, പുള്ളിക്കാരനൊക്കെ ഭയങ്കര തിരക്കുള്ള വ്യക്തികളാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ പിണറായി വിജയന് എല്ലാം തിരക്കുള്ള വ്യക്തികളാണ്. അവരെയൊക്കെ ആണെങ്കിൽ നമ്മൾ രാത്രി പോയി ഇങ്ങനെ നോണ്ടി വിളിച്ചിട്ട് സാർ ജി ആജ് കോൺസാ ദിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ പറയും ഭാനുവാർ മംഗളവാർ ബുധവാർ എന്ന് ഏതാണെന്ന് വെച്ചാൽ പുള്ളിക്കാരൻ പറയും. അതുപോലെ നമ്മുടെ മുഖ്യമന്ത്രിയും പറയും ഇന്ന് തിങ്കളാണ് ചൊവ്വയാണ് ഇതെന്ന് പറയും. പക്ഷെ നമ്മുടെ രേണുസുതിക്ക് മാത്രം PA പറയണം, നമ്മുടെ മാനേജർ കരിഷ്മ പറഞ്ഞു കൊടുത്താലേ അറിയത്തുള്ളൂ. അതുപോലെ തിരക്കാ. ഇത്രയും തിരക്കുള്ള ആൾക്ക് സ്വന്തമായിട്ടൊരു വീടുണ്ടാക്കാനോ വാടകയ്ക്ക് പോകാനോ പറ്റുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കാര്യം. തിരക്കോട് തിരക്കാണ്, ഡേറ്റ് പോലും മനസ്സിലാകാതെ ഡേറ്റ് പോലും അറിയാതെയുള്ള തിരക്കാണ്. ഒരു പഴഞ്ചൊല്ലില്ലേ പ്രേക്ഷകരെ, ലതിന് പോകാത്തവൻ ലതിന് പോയപ്പോൾ ലതുകൊണ്ട് ആറാട്ട എന്ന് പറഞ്ഞ പോലെ അത് തന്നെയാണ് ഇവിടുത്തെ കഥ. ആ ഒരു ലതുകൊണ്ട് ആറാട്ടാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്, അത് തന്നെയാണ് നടക്കുന്നത്. ഓക്കെ, ഇനി അടുത്തത് ഇനിയുമാണ് നിങ്ങൾ കേൾക്കേണ്ടത്. ഇനി നമ്മൾ വേറൊരു കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ സുധിച്ചേട്ടന്റെ ഓർമ്മ നഷ്ടമാകില്ലേ എന്നുള്ള മീഡിയക്കാരന്റെ ചോദ്യത്തിന് പുള്ളിക്കാരി പറയുന്ന ഒരു കാര്യമുണ്ട്. അത് നിങ്ങൾ കേട്ടോ. അതെങ്ങനെയാണ് കല്യാണം കഴിച്ചാൽ സുധിച്ചേട്ടന്റെ ഓർമ്മ നഷ്ടമാകുന്നത്? സുധിച്ചേട്ടന്റെ ഓർമ്മ നഷ്ടമാകാത്ത ഒരാളെ കല്യാണം കഴിച്ചാൽ പോരെ? എനിക്ക് ഐഡിയ അതാ പറഞ്ഞത്, നിങ്ങൾക്കൊന്നും ഐഡിയ ഇല്ലാത്തത് പുള്ളിക്കാരിക്ക് ഐഡിയ ഉണ്ടെന്നേ. അതിന് മറ്റേത് സുധിച്ചേട്ടനെ ഇഷ്ടപ്പെടുന്ന ഒരാളെ കല്യാണം കഴിച്ചാൽ പോരെ? അപ്പൊ പിന്നെ എങ്ങനെ മറക്കാൻ പറ്റും? ഈ ഐഡിയ എന്തുകൊണ്ട് എനിക്ക് തോന്നിയില്ല മല്ലയ്യ എന്ന് ചിന്തിക്കുന്നില്ലേ നിങ്ങള്? ഞാനും ചിന്തിച്ചു, പക്ഷെ പുള്ളിക്കാരി ഭയങ്കര ബുദ്ധിയാണെന്നേ. എങ്ങനെ നിക്കണം എന്ന് നല്ല പോലെ അറിയാം. അതാണ് നമ്മൾ ഇവിടെ കാണുന്നത്. ബാക്കി പോരട്ടെ. സുധിച്ചേട്ടനെ ഇഷ്ടപ്പെടുന്ന, സുധിച്ചേട്ടനെ അംഗീകരിക്കുന്ന ഒരാൾ, പിന്നെ അത് ഞാൻ എന്നേ പറഞ്ഞല്ലോ. അങ്ങനെ ആണെങ്കിൽ തന്നെ സുധിച്ചേട്ടനെ ഇഷ്ടപ്പെടും. ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, നല്ലൊരു എന്താ പറയാ, നല്ല മനസ്സിന്റെ ഉടമേനെ ആയിരിക്കും ഞാൻ കല്യാണം കഴിക്കാൻ പോകുന്നത്. എന്തോ അതിന് ആരും ഉണ്ടെന്നോ ഇല്ലെന്നോ ഞാൻ പറയുന്നില്ലല്ലോ, ഞാൻ പൊതുവേ പറഞ്ഞതാണ്. മനസ്സിലായോ? ഇക്കയാണോ ചേട്ടനാണോ ഇച്ചായനാണോ എന്നൊക്കെ നമുക്ക് അറിയാം. മുസ്ലിം യുവാവാണെന്നാണ് സംസാരം. അത് അങ്ങനെ ഇരിക്കട്ടെ, അത് നല്ല കാര്യമല്ലേ, അങ്ങനെ ഇരിക്കട്ടെ. ഇതിപ്പോ ആരുടെ സംസാരം? നമ്മളോ? നമ്മൾ പറഞ്ഞോ? എല്ലാം നിങ്ങൾ തന്നെയല്ലേ പറയുന്നത്. എന്നിട്ട് നമ്മളോട് പറയുകയാണ് അങ്ങനെയൊക്കെ ഒരു ഇതുണ്ടെന്ന്. അല്ല, ഇതൊക്കെ പറഞ്ഞു വെക്കുന്നതും ഇതൊക്കെ സോഷ്യൽ മീഡിയയിൽ ഇട്ട് കൊടുക്കുന്നതും ഈ പുള്ളിക്കാരി തന്നെയാണ്. ഇപ്പൊ കുറ്റം ആർക്കായി? നമുക്കായി. എങ്ങനെ ഇരിക്കുന്നു? ഇതെല്ലാം നിങ്ങളുടെ കുഴപ്പമാ. പറഞ്ഞേക്കാം,
നിങ്ങൾക്ക് ഇത് തന്നെ വേണം. എന്റെ പൊന്നു പ്രേക്ഷകരെ, നിങ്ങൾക്ക് ഇത് തന്നെ വേണം. ആഹാ, ഇതെല്ലാം നിങ്ങളുടെ കുഴപ്പമാ, പിന്നെ ഞങ്ങളുടെ കുഴപ്പമോ? അയ്യോ, ഞങ്ങളുടെ കുഴപ്പമാണേ, അതും പറയണമല്ലോ. പിന്നെ അടുത്തുണ്ട് കേട്ടോ, അടുത്തുണ്ട്. പിന്നെ ഒരു കാര്യം കൂടെ പറയണം ഇതിന്റെ കൂടെ തന്നെ. ഈ പുള്ളിക്കാരിക്ക് ഒരു കുഞ്ഞുണ്ടെന്നുള്ള കാര്യമൊക്കെ മറക്കുവോ, അത് ഓർമ്മയുണ്ടോ? ഇങ്ങനെയാണെങ്കിൽ സംശയം കേട്ടോ, അതിനെ ഓർമ്മയുണ്ടോന്നും അറിയത്തില്ല. ഇങ്ങനെ പോയാൽ എന്താകുമോ എന്തോ. ഇനിയുമാണ് പുള്ളിക്കാരി അവിടെ ഉദ്ഘാടനത്തിന് ചെന്നല്ലോ. ഉദ്ഘാടനത്തിന് ചെന്ന് പുള്ളിക്കാരി സ്വന്തം കാറിലൊക്കെ വന്നിറങ്ങി അങ്ങോട്ട് പോകുന്നു, ഉദ്ഘാടിക്കാൻ അങ്ങോട്ട് പോകുന്നു. പക്ഷെ പുള്ളിക്കാരിയും ഉണ്ട്, 4 ചണ്ടക്കാരും ഉണ്ട്, പിന്നെ അവിടെ കുറെ ഇവർ വിളിച്ചു വരുത്തിയ ക്യാമറമാന്മാരും ഉണ്ട്. അവർ നിൽക്കുമ്പോൾ പുള്ളിക്കാരി ഒരു കാര്യം പറയുകയാണ്, ചെണ്ട കൊട്ടിക്കോ, ചെണ്ട കൊട്ടിയില്ലെങ്കിൽ ഞാൻ ഇവിടെ ഉദ്ഘാടിക്കത്തില്ലെന്നാണ് പുള്ളിക്കാരി പറയുന്നത്. അപ്പൊ അതൊന്ന് കേട്ടു നോക്കി. പിന്നെ നിങ്ങൾ എന്താണ് ഇനി വിളിച്ചു കഴിഞ്ഞാൽ ചെണ്ട എന്ന് പറയുന്ന ഒരു സംഭവം അവിടെ വേണം കേട്ടോ. ചെണ്ട എങ്ങും ഇല്ലാതെ അവിടെ കാണാൻ ഇവരെ വിളിച്ചാൽ അപ്പോഴാ നിങ്ങൾക്ക് ഉള്ളത്. ഓക്കെ, കണ്ടു നോക്കും. കൊച്ചെന്തേ അവളെന്തേ കൊച്ചി ഇവിടെ ഇപ്പണ്ട് വങ്ങിയില്ല, പുറത്തേക്ക് കയറുന്നില്ല. കൊട്ടിക്കോളാം കൊട്ട അണ്ണ ഒന്ന് കൊട്ടിക്കോളാം. പിന്നെ ചെണ്ട ഇല്ലെങ്കിൽ പുള്ളി ഉദ്ഘാടിക്കത്തില്ലെന്നൊക്കെയാണ് പുള്ളിക്കാരി പറയുന്നത്. പിന്നെ വേറൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചോന്ന് അറിയത്തില്ല, എത്ര പേര് ശ്രദ്ധിച്ചെന്ന് അറിയത്തില്ല, പിന്നെ പലരൊക്കെ ശ്രദ്ധിച്ചവരും ഉണ്ടാവും. അവരുടെ ഷാള് നേരെ കിടന്നൊരു ഷാളാണ്. അവര് ക്യാമറ പിടിക്കുന്നു എന്ന് കാണുമ്പോഴും അതോടൊപ്പം തന്നെ അവിടെ മുമ്പിൽ ആൾക്കാർ നിൽക്കുന്നു, ഉദ്ഘാടനം ചെയ്യുകയാണ് എന്ന് കാണുമ്പോഴും അതിങ്ങനെ കണ്ട നീക്കിയിട്ടൊക്കെ കാണിച്ചു കൊടുക്കുന്ന ആ ഒരു അവസ്ഥയിലേക്ക് എത്തിയിരിക്കുകയാണ്. വലിയ വലിയ നടിമാരൊക്കെ ഇങ്ങനെയൊക്കെ കാണിക്കുന്നത് കണ്ടിട്ടാണോ രേണു ഇപ്പൊ അങ്ങനെ കാണിച്ചു തുടങ്ങുന്നതെന്ന് അറിയത്തില്ല. എന്തായാലും പുള്ളിക്കാരി കാണിച്ചു തുടങ്ങട്ടെ, ഇനി മുന്നോട്ട് തന്നെ പോകട്ടെ. പക്ഷെങ്കിൽ വന്ന വഴി മറക്കരുത് എന്നുള്ള ഒരു കാര്യമാണ് എനിക്ക് പറയാനുള്ളത്. ഇവരെ സഹായിച്ച നിരവധി ആൾക്കാരുണ്ട്. ഇവരെ ഏറ്റവും കൂടുതൽ സഹായിച്ച, അല്ലെങ്കിൽ ഇവരെ ഈ 4 ജനം അറിയുന്ന രീതിയിലേക്ക് എത്തിച്ച ഈ ലക്ഷ്മി നക്ഷത്രം ഉണ്ടല്ലോ. ഈ ലക്ഷ്മി നക്ഷത്ര ഇന്ന് ഇവരെ വിളിക്കുകയോ ഇവരോട് അടുക്കുകയോ പോലും ചെയ്യുന്നില്ല. ലക്ഷ്മി നക്ഷത്ര എന്ന് പറയുന്നത് ഇവർക്ക് വേണ്ടി ഒത്തിരി സഹായം ചെയ്തിട്ടുള്ളവരാണ്. അവരിവരെ എന്താ പറയാ, ഈ ഒരു ലെവലിലേക്ക് എത്തിക്കാനുള്ള മെയിൻ കാരണം, ഇവർക്ക് വസ്തു കിട്ടാനുള്ള കാരണം, അതോടൊപ്പം തന്നെ ഇവർക്ക് സഹായം എത്താനുള്ള കാരണം എല്ലാം ഈ ലക്ഷ്മി നക്ഷത്രം തന്നെയാണ്. ഇന്ന് അവർ തിരിഞ്ഞു നോക്കുന്നില്ല. ഇവരെ സഹായിച്ച സമൂഹത്തിൽ മാന്യമായിട്ട് നിൽക്കുന്ന 3 പേരുണ്ട്. അവരെ പ്രത്യേകം എടുത്തു പറയണം. 3 അല്ല, അതിൽ കൂടുതൽ ആൾക്കാരുണ്ട്. പക്ഷെ നിങ്ങൾക്ക് കൂടുതലൂടെ പരിചിതരായ 3 പേരാണ് ഞാൻ പറയാൻ പോകുന്നത്. 1 നമ്മുടെ ബിഷപ്പ് നോബൽ ഫിലിപ്പ് അമ്പലവേലി, 2 നമ്മുടെ 24 ചാനലിന്റെ ഓണറായിട്ടുള്ള ശ്രീകണ്ഠൻ നായർ സാറ്, 3 ഈ പറയുന്ന ലക്ഷ്മി നക്ഷത്ര. അന്ന് ഈ പറയുന്ന ലക്ഷ്മി നക്ഷത്ര അവിടെ എത്തിയിട്ട് പറഞ്ഞിട്ട് പോയത് ഇങ്ങനെയാണ്, ഇനി ഞാൻ വരും, ഇനി ഞാൻ വന്ന് ഈ വീട് സന്ദർശിക്കും, അതോടൊപ്പം തന്നെ എല്ലാ കാര്യങ്ങളും നോക്കും എന്നൊക്കെ പറഞ്ഞിട്ട് പോയ ലക്ഷ്മി നക്ഷത്രം ഇന്ന് അങ്ങോട്ട് അടുക്കുന്നു പോലും ഇല്ല. ആ ലെവലിൽ ഇവരിൽ നിന്ന് അകന്നുപോയി. അതോടൊപ്പം തന്നെ ശ്രീകണ്ഠൻ നായർ സാർ പുള്ളിക്കാരനും പറഞ്ഞതാണ്, വീട് താമസമാറ്റത്തിന് ഞങ്ങൾ വരുമെന്ന്. പുള്ളിക്കാരൻ പിന്നെ അങ്ങോട്ട് വന്നിട്ടേ ഇല്ല. അങ്ങനെ സമൂഹത്തിൽ മാന്യമായി നിൽക്കുന്ന ആരും പിന്നെ അങ്ങോട്ട് അടുത്ത് വന്നിട്ടില്ല. കാരണം എന്തുകൊണ്ടാണ്? ഇവരുടെ ഈ സ്വഭാവം കൊണ്ടാണ്, അല്ലേ? ഈ ലക്ഷ്മി നക്ഷത്രയും അതോടൊപ്പം തന്നെ ഈ പറയുന്ന ശ്രീകണ്ഠൻ നായർ സാറൊക്കെ വന്നിട്ട് ബിഷപ്പിന്റെ അടുത്തുനിന്ന് അനുഗ്രഹം വാങ്ങിച്ചിട്ടൊക്കെയാണ് പോയത്. അവരൊക്കെ അന്ന് നല്ല രീതിയിൽ തന്നെ ബിഷപ്പിനോട് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് പോയി. അതും നോക്കിക്കോണം, ബിഷപ്പിന്റെ വീടിന്റെ തൊട്ടടുത്ത് തന്നെ കൊടുത്തിരിക്കുന്നു. എന്താ പറയുക, ഒരു സഹോദരിയെ പോലെ അവരെ സംരക്ഷിക്കുന്ന ആ ഒരു കർത്തവ്യം ആ പുള്ളിക്ക് ഉള്ളത് കൊണ്ടും അവര് എന്താ പറയാ, അവർക്ക് ഒരു കേടും വരരുതേ എന്നുള്ള ഒരു ഇതുകൊണ്ടും ഒക്കെ നല്ലൊരു സ്ഥലവും കൊടുത്ത്, ഈ പറയുന്ന ശ്രീകണ്ഠൻ നായർ സാറ് 5 സെന്റ് സ്ഥലം കൊടുക്കുമെന്ന് പറഞ്ഞെടുത്ത് പുള്ളിക്കാരൻ 7 സെന്റ് സ്ഥലവും കൊടുത്ത് എല്ലാം ചെയ്തിട്ടും പുള്ളിക്കാരന് ഒടുവിൽ കല്ലേറാണ് ഇവരുടെ ഭാഗത്തു നിന്ന് കിട്ടിയത്. ലക്ഷ്മി നക്ഷത്രയ്ക്ക് കിട്ടി, അവര് പോയി. ഇവരെ കുറിച്ച് ചോദിച്ചാൽ പോലും മറുപടി പറയത്തില്ല. ശ്രീകണ്ഠൻ നായർ സാറാണെങ്കിൽ ആ പരിസരത്ത് പോലും വരില്ല. പിന്നെ ഇവരെ കുറിച്ച് ഒരു കാര്യം പറയാൻ പോലും അവർ വരുന്നില്ല. ഇവർക്ക് ഇത്ര സഹായവും ചെയ്തു, കുഞ്ഞിനെ പഠിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. പിന്നെ അത് മാത്രമല്ല, കിണർ കുത്തി കൊടുത്തു, അങ്ങോട്ടുള്ള വാട്ടർ സപ്ലൈ ശരിയാക്കി കൊടുത്തു. ഇതെല്ലാം ഈ പറയുന്ന 24 ചാനലാണ് ചെയ്തു കൊടുത്തത്. മനസ്സിലാവുന്നുണ്ടോ? അത്രയൊക്കെ ചെയ്തു കൊടുത്തവരാരും ഇന്ന് അടുത്തെത്തുന്നില്ല എന്നുള്ളതാണ്. പിന്നെ മായി സംഘടനയിലെ ടിനി ടോം ഇന്ന് തിരിഞ്ഞു പോലും നോക്കുന്നില്ല. കാരണം എന്താണ്? അല്ല എങ്കിൽ ഇവർ എങ്ങനെ ജീവിക്കേണ്ടവരാണ്? ഇവരെ എല്ലാവരും ചേർത്ത് പിടിച്ചേനെ. മായി സംഘടനയുള്ള ആരും വരുന്നില്ല. ഈ പറയുന്ന താജ് തിരിഞ്ഞു നോക്കുന്ന ഒരാൾ പോലും, എല്ലാവരെയും നാറ്റിച്ചു. എന്നിട്ടാണ് മീഡിയയിൽ വന്നിരുന്നിട്ട് എന്തൊക്കെയോ വെച്ച് കാച്ചുകയാണ്. ഇവർക്ക് നിലനിന്ന് പോകണം, അതുകൊണ്ട് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ വെച്ച് അങ്ങ് കാച്ചു. പിന്നെ ലീഗൽ നോട്ടീസിന്റെ കാര്യം ചോദിച്ച സമയത്ത് പുള്ളിക്കാരി അങ്ങനെ ഒരു കാര്യം പറഞ്ഞു വെച്ചാൽ എന്തുകൊണ്ടാണെന്നറിയാമോ? ഏതാണ്, ഞാൻ ഈ സോഷ്യൽ മീഡിയത്ത് അലക്കിക്കുന്നില്ല എന്നുള്ളത്. അത് അവിടെ നിന്ന് എറിഞ്ഞു വെച്ചതാണ്. അത് ഇനി ആരെങ്കിലും എടുത്തൊന്ന് കൊത്തണം. പിന്നെ അതുപോലെ തന്നെ ഈ പറയുന്ന വെള്ളി ശനി ആ ഡേറ്റുകൾ എനിക്ക് അറിയത്തില്ല എന്ന് പറയുന്നത്, പിന്നെ റിപ്പബ്ലിക് ഇതിനെക്കുറിച്ച് പറയുന്നത്, അങ്ങനെ തുടങ്ങി പുള്ളിക്കാരി പല കാര്യങ്ങളും പറയുന്നത് പുള്ളിക്കാരി അറിഞ്ഞുകൊണ്ട് തന്നെയാണ്. ഇതെന്തിനാണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും. ഇതൊക്കെ പുള്ളിക്കാരിയുടെ ഒരു കളിയാണ്. പല കാര്യങ്ങളും പലപ്പോഴായിട്ട് പുള്ളിക്കാരി മാറ്റി മാറ്റി പറയുന്നതും ഇതുകൊണ്ട് തന്നെയാണ്. പുള്ളിക്കാരിക്ക് അറിയാം എങ്ങനെ നിൽക്കണമെന്ന്. അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. പിന്നെ ഞാൻ പറഞ്ഞ ആ ഡയലോഗ് ഒന്നുകൂടെ ഒന്ന് പറയുകയാണ്, എത്രയൊക്കെ കാണിച്ചാലും
എന്തൊക്കെ ആയാലും എവിടെയൊക്കെ പോയാലും തേങ്ങാ പത്തരച്ചാലും താളല്ലയോ കറി എന്നുള്ള ഒരു ഡയലോഗ്, ആ ഒരു പഴഞ്ചൊല്ല് ഇവിടെ മനസ്സിലാക്കേണ്ടവർക്ക് മനസ്സിലാകുമെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ നിർത്തുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്തോ, കമന്റ് അടിച്ചോ. അടുത്തൊരു വീഡിയോ കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ.